പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 29. പ്രധാന വാർത്തകൾ. വിവിധ ഗവർണറേറ്റുകളിൽ വാണിജ്യ സ്ഥാപനങ്ങളിൽ ഉപഭോക്തൃ സംരക്ഷണ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തി. വിലായത്തിലെ ടെക്സ്റ്റൈൽ ഷോപ്പുകളിലും മറ്റുമായിരുന്നു പരിശോധന. ഉപഭോക്തൃ സംരക്ഷണ ചട്ടങ്ങൾ, നിർദ്ദേശങ്ങൾ എന്നിവ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനായിരുന്നു പരിശോധനാ ക്യാമ്പയിൻ. ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും പരിശോധനയുടെ ലക്ഷ്യമായിരുന്നുവെന്ന് അധികൃതർ പ്രസ്താവനയിൽ പറഞ്ഞു. വരും ദിവസങ്ങളിലും രാജ്യത്തെ കൂടുതൽ ഭാഗങ്ങളിൽ പരിശോധന തുടരും. മലപ്പുറം സ്വദേശി ഹൃദയാഘാതം മൂലം ഒമാനിൽ നിര്യാതനായി വള്ളിക്കുന്ന് അരിമ്പ്രത്തൊടി മുഹമ്മദ് ഹനീഫയാണ് സുഹാറിൽ മരണപ്പെട്ടത്. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നടപടികൾ ICFന്റെ നേതൃത്വത്തിൽ നടന്നുവരികയാണ്. ഒമാന്റെ വിവിധ ഗവർണറേറ്റുകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. 2 ദിവസം ഭേദപ്പെട്ട മഴ ലഭിക്കും. വടക്കൻ ബാത്തിന, ദാഹിറ, ബുറൈമി ഗവർണറേറ്റുകളിലാവും കൂടുതൽ മഴയെത്തുക. മസ്കത്ത്, തെക്കൻ ബാത്തിന, ദാഖിലിയ, വടക്കൻ ഷർക്കിയ, തെക്കൻ ഷർക്കിയ ഗവർണറേറ്റുകളിലേക്കും മഴ ഭാഗികമായി വ്യാപിക്കുമെന്നും കാലാവസ്ഥാ കേന്ദ്രം വ്യക്തമാക്കി. മുസന്തം തീരമേഖലയിൽ തിരമാല 3.5 മീറ്റർ വരെ ഉയരാൻ സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ സുരക്ഷ ഉറപ്പുവരുത്തണം. കടലിൽ പോകുന്നവർ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ നിരീക്ഷിക്കണം. തിരമാല ശക്തമാകുന്ന സമയങ്ങളിൽ കടലിൽ പോകുന്നത് ഒഴിവാക്കണം. 10 മുതൽ 35 നോട്ടിക്കൽ മൈൽ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. മാർച്ച് 3 വരെ താപനിലയിലും വലിയ കുറവുണ്ടാകും. മസ്കത്ത് അന്താരാഷ്ട്ര പുസ്തകമേളയിൽ ശ്രദ്ധേയമായി ഫലസ്തീൻ പവലിയൻ. രാജ്യത്തിനായി ജീവൻ നൽകിയ ധീര രക്തസാക്ഷികളുടെ ചിത്രങ്ങളും വിവരങ്ങളും പ്രദർശിപ്പിച്ചിരിക്കുകയാണ് ഫലസ്തീനിയൻ പവലിയനിൽ. പുസ്തകങ്ങൾക്ക് മുകളിലായി ബാനറിൽ നൽകിയിരിക്കുന്ന ഈ ചിത്രങ്ങളും വിവരണങ്ങളും ഇവിടെ എത്തുന്നവരുടെ കണ്ണ് നനയ്ക്കുന്നതാണ്. ഇസ്രായേൽ ക്രൂരതയ്ക്ക് മുമ്പിൽ 10,000 മരിച്ചു വീണ മണ്ണിൽ അടുത്ത രക്തസാക്ഷികൾ ആരെല്ലാമെന്നും ഹൃദയത്തിൽ നിന്നുള്ള ചോദ്യവും ഉയർത്തുന്നു. ഫലസ്തീൻ സാംസ്കാരിക മന്ത്രാലയത്തിന്റെ പവലിയനിൽ ഫലസ്തീൻ എഴുത്തുകാരുടെ നിരവധി പുസ്തകങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ട്. ഫലസ്തീന്റെ നിലനിൽപ്പിനായി പോരാടുന്ന ജനതയോടുള്ള ഐക്യദാർഢ്യവുമായി ഇവിടെ നിന്നും ഇഷ്ടപുസ്തകങ്ങൾ ആളുകൾ വാങ്ങിക്കുന്നു. ഫലസ്തീനിൽ നിന്നുള്ള വിവിധ പ്രസാധകർ ഇത്തവണ പുസ്തകമേളയിൽ എത്തിയിട്ടുണ്ട്. ബൃഹത്തായ നിരവധി ഗ്രന്ഥങ്ങൾ പവലിയനുകളിൽ ലഭ്യമാണ്. ഫലസ്തീനി നാടോടി കഥകളും കവിതകളും നോവലുകളുമെല്ലാം തിരഞ്ഞെടുത്തവരും നിരവധിയാണ്. ഹൃദയാഘാതത്തെ തുടർന്ന് കൊല്ലം സ്വദേശി ഒമാനിൽ നിര്യാതനായി. മുഖത്തല ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപത്തെ തൃക്കാവിൽ വട്ടംചേരിയിൽ ഹരിനന്ദനത്തിൽ B. സജീവ് കുമാറാണ് റൂവിയിലെ സ്വകാര്യ ആശുപത്രിയിൽ മരണപ്പെട്ടത്. പേരയം ശ്രീ ഭൂതനാഥ ക്ഷേത്രത്തിന് സമീപമാണ് കുടുംബവസതി. മൃതദേഹം നാട്ടിലെത്തിച്ച് വെള്ളിയാഴ്ച സംസ്കരിക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. രാജ്യത്തെ ബ്ലഡ് ബാങ്കുകളിൽ പൊതുജനങ്ങൾ കൂടുതൽ രക്തദാനം നടത്തണമെന്ന് അധികൃതർ. രക്തദാനം ചെയ്യാൻ രാജ്യത്തെ സ്വദേശികളും വിദേശികളും അടക്കമുള്ളവർ മുന്നോട്ട് വരണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു. കഴിഞ്ഞ മാസങ്ങളിൽ രക്തത്തിന്റെ ആവശ്യകത വർദ്ധിക്കാനിടയായതായും ബ്ലഡ് ബാങ്ക് അധികൃതർ വ്യക്തമാക്കുന്നു. രാജ്യത്തെ ബ്ലഡ് ബാങ്കുകളിൽ രാവിലെ 8-നും രാത്രി 8-നും ഇടയിൽ രക്തം ദാനം ചെയ്യാനുള്ളവർ എത്തണമെന്നും നിരവധി രോഗികൾ രക്തത്തിനായി കാത്തുനിൽക്കുകയാണെന്നും അധികൃതർ ആവശ്യപ്പെടുന്നു. രക്തത്തിന്റെ അഭാവത്തെ തുടർന്ന് രാജ്യത്ത് വ്യാപകമായി രക്തദാന ക്യാമ്പ് നടത്താൻ അധികൃതർ തീരുമാനിച്ചു. ക്യാമ്പ് നടത്താനും രക്തം നൽകാനും ആഗ്രഹിക്കുന്നവർക്ക് ബ്ലഡ് ബാങ്കിൽ ബന്ധപ്പെടാവുന്നതാണ്. രാജ്യത്തെ പ്രവാസി കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ പല ഭാഗങ്ങളിലും രക്തദാന ക്യാമ്പുകൾ നടക്കാറുണ്ട്. വിദേശികളെയും കൂടി ഉൾപ്പെടുത്തി വ്യാപകമായ രക്തദാന ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചാൽ നിലവിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നാണ് വിലയിരുത്തൽ. അപൂർവമായ രക്തഗ്രൂപ്പുകൾ ബ്ലഡ് ബാങ്കുകളിൽ എത്തിക്കാൻ അധികൃതർ ആവശ്യപ്പെടുന്നു. എയർ ഇന്ത്യ എക്സ്പ്രസിൽ യാത്രക്കാർക്ക് വീണ്ടും ദുരിതയാത്ര. ചൊവ്വാഴ്ച രാത്രി കോഴിക്കോട് നിന്ന് മസ്കത്തിലേക്കുള്ള സർവീസിലാണ് കുട്ടികളും സ്ത്രീകളും അടങ്ങുന്ന യാത്രികർ പ്രയാസം നേരിട്ടത്. വിമാനം പുറപ്പെടുന്നതിനായി യാത്രക്കാരെ മുഴുവൻ കയറ്റിയെങ്കിലും ഏറെ നേരത്തിന് ശേഷം തിരിച്ചിറക്കുകയായിരുന്നു. തുടർന്ന് മണിക്കൂറുകൾക്ക് ശേഷം മറ്റൊരു വിമാനത്തിലാണ് യാത്രക്കാരെ മസ്കത്തിലെത്തിച്ചത്. ചൊവ്വാഴ്ച രാത്രി 11:35 കോഴിക്കോട് നിന്ന് പുറപ്പെടേണ്ട വിമാനത്തിലേക്ക് ബോർഡിംഗ് പാസ് നൽകി 11 മണിയോടെ തന്നെ യാത്രക്കാരെ കയറ്റിയിരുന്നു. എന്നാൽ പുറപ്പെടേണ്ട സമയം കഴിഞ്ഞിട്ടും പുറപ്പെടാതിരുന്നതോടെ യാത്രക്കാർ പ്രതിഷേധിച്ചു. ഈ സമയങ്ങളിൽ വിമാനത്തിലെ എയർ കണ്ടീഷണർ പ്രവർത്തിച്ചിരുന്നില്ലെന്ന് യാത്രക്കാർ പറഞ്ഞു. ഇതോടെ ചെറിയ കുട്ടികളും രോഗികളും ഉൾപ്പെടെ പ്രയാസപ്പെട്ടു. ഏറെ നേരം ഇതേ സ്ഥിതി തുടർന്നതോടെ യാത്രക്കാർ ബഹളം വെക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്തു. ഇതോടെയാണ് വിമാനത്തിന് സാങ്കേതിക തകരാറുണ്ടെന്നും യാത്രക്കാർ തിരികെ ഇറങ്ങണമെന്നും വിമാനത്തിലെ ജീവനക്കാർ എത്തി ആവശ്യപ്പെടുന്നത്.
വീണ്ടും യാത്രക്കാരെ കോഴിക്കോട് വിമാനത്താവളം ടെർമിനലിലേക്ക് തന്നെ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ഇവിടെ നിന്നും യാത്രക്കാർ പ്രതിഷേധിച്ചതിന് പിന്നാലെ ബുധനാഴ്ച പുലർച്ചെ 2:45 മറ്റൊരു വിമാനത്തിലേക്ക് യാത്രക്കാരെ കയറ്റുകയും 3 മണിയോടെ പുറപ്പെടുകയുമായിരുന്നു. മസ്കത്ത്, ഷാർജ, മുവാസലാത്ത് ബസ് സർവീസിന് മികച്ച പ്രതികരണം. ഇരു നഗരങ്ങൾക്കുമിടയിലെ ആദ്യ യാത്രയിൽ മലയാളികളടക്കം നിരവധി പേരായിരുന്നു യാത്രികർ. മുവാസലാത്തിന്റെ തന്നെ ഏറ്റവും പുതിയതും നൂതനവുമായ ബസ്സുകളാണ് സർവീസിന് ഉപയോഗിക്കുന്നത്. 8 മണിക്കൂറാണ് യാത്രയ്ക്ക് സമയമെടുക്കുന്നത്. യാത്രാരേഖകളെല്ലാം ഉറപ്പുവരുത്തിയാണ് ടിക്കറ്റ് നൽകുന്നത്. ഖത്മത്ത് മിലാഹ ഖൽബ അതിർത്തി വഴിയാണ് യാത്ര. അസൈബയിലെ മുവാസലാത്ത് ബസ് സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുന്ന ബസ് ബുർജ് അൽ സഹ്വ ബസ് സ്റ്റേഷൻ, മപേല ബസ് സ്റ്റേഷൻ, സുഹാർ ബസ് സ്റ്റേഷൻ, ഷിനാസ് മുവാസലാത്ത് ഫെറി വഫ്, ഖത്മത്ത് മിലാഹ ബോർഡർ, ഖൽബ ബസ് സ്റ്റോപ്പ്, ഖൽബ കോർണിഷ് പാർക്ക്, ഫുജൈറ ഷാർജ ഇൻഡസ്ട്രിയൽ ഏരിയ 4 വഴി ഷാർജ അൽ ജുബൈൽ ബസ് സ്റ്റേഷനിൽ എത്തുന്നതാണ് യാത്രാ റൂട്ട്. 10 റിയാലാണ് ടിക്കറ്റ് നിരക്ക്. 7 കിലോ ഹാൻഡ് ബാഗും 23 കിലോ ലഗേജും അനുവദിക്കും. ദാഹിറ നഗരസഭയുടെ നേതൃത്വത്തിൽ യങ്കൽ വിലായത്തിൽ പുതിയ റോഡ് നിർമ്മാണം പൂർത്തിയാക്കി. 7 കിലോമീറ്റർ റോഡാണ് യാത്രയ്ക്കായി തുറന്നു നൽകിയത്. 4,80,000 റിയാൽ ചെലവഴിച്ച പദ്ധതിയിൽ നേരത്തെയുള്ള പാത ഇരട്ടിപ്പിക്കലും ഉൾപ്പെടുന്നു. ഗ്രാമീണ മേഖലയുമായി ബന്ധിപ്പിക്കുന്ന പാത ജനവാസ പ്രദേശങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. ഇവിടുത്തെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിനും ഗതാഗതം സുഗമമാക്കുന്നതിനും പദ്ധതി ഗുണം ചെയ്യുമെന്ന് ദാഹിറ നഗരസഭാ പ്രൊജക്ട് വിഭാഗം ഡയറക്ടർ എഞ്ചിനീയർ സാലിം ബിൻ മുഹമ്മദ് അൽ സർക്കി പറഞ്ഞു. വിദ്യാർത്ഥികളും താമസക്കാരുമായ ഇവിടത്തുകാർക്ക് ഇബ്രിയിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരുന്നതിനും പുതിയ പാത ഗുണം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. നിരവധി റോഡുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. SSLC കഴിഞ്ഞ പെൺകുട്ടികൾക്കായി വടകര ആയഞ്ചേരി പഞ്ചായത്തിലെ മംഗലാട് പ്രദേശത്ത് മതബൗദ്ധിക സമന്വയ വിദ്യാഭ്യാസത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനമായ നഫീസത്തുൽ മിസ്രിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒമാൻ ചാപ്റ്റർ കമ്മിറ്റി രൂപീകരിച്ചു. ആഴത്തിലുള്ള മതബോധവും അത്ര തന്നെ പൊതുബോധവുമുള്ള മാതൃകാ വനിതകളുടെ നിർമ്മിതിയാണ് സ്ഥാപനം ലക്ഷ്യമിടുന്നത്. ദാഖിലിയ ഗവർണറേറ്റിലെ അൽഹംറ വിലായത്തിൽ മലമുകളിൽ നിന്ന് വീണ് പരിക്കേറ്റയാളെ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് സുരക്ഷാ വിഭാഗം രക്ഷപ്പെടുത്തി. ഉയർന്ന പ്രദേശത്ത് നിന്ന് വീണയാൾക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. സംഭവസ്ഥലത്തെത്തിയ സിവിൽ ഡിഫൻസ് ഉദ്യോഗസ്ഥർ അടിയന്തര ചികിത്സ നൽകുകയും വിദഗ്ധ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. കഴിഞ്ഞ മാസങ്ങളിൽ നിരവധി സമാന സംഭവങ്ങളാണ് വിവിധ ഗവർണറേറ്റുകളിൽ റിപ്പോർട്ട് ചെയ്തിരുന്നത്. അനുകൂല കാലാവസ്ഥയിൽ പ്രവാസികൾ ഉൾപ്പെടെ ഹൈക്കിംഗ് നടത്തുന്നത് വ്യാപകമാണ്. എന്നാൽ മല കയറുന്നവർ സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അണ്ടർ-19 ലോകകപ്പ് യോഗ്യതാ ഘട്ടത്തിലെ 2ാം പോരാട്ടത്തിൽ ഹോങ്കോങ്ങിനെതിരെ മികച്ച വിജയവുമായി ഒമാൻ. തായ്ലൻഡിൽ നടക്കുന്ന 2ാം ഡിവിഷൻ ഗ്രൂപ്പ് ഘട്ടത്തിൽ 53 റൺസിനാണ് ചെമ്പടയുടെ 2ാം ജയം കുറിച്ചിരിക്കുന്നത്. ബാറ്റിംഗ് നിരയും ബൗളർമാരും പുറത്തെടുത്ത മികച്ച പ്രകടനം ടീമിന്റെ വിജയം എളുപ്പമാക്കി. ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഒമാൻ നിശ്ചിത 50 ഓവറിൽ 10 വിക്കറ്റ് നഷ്ടത്തിൽ 180 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ടീം ഹോങ്കോങ്ങിന് 46 ഓവറിൽ 127 റൺസ് എടുക്കുന്നതിനിടെ മുഴുവൻ വിക്കറ്റുകളും നഷ്ടമായി. നാളെ ഭൂട്ടാനെതിരെയാണ് ഒമാന്റെ അടുത്ത മത്സരം. ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരമാണിത്. ടൂർണമെന്റിലെ ആദ്യ 2 സ്ഥാനക്കാർ 1ാം ഡിവിഷനിലേക്ക് യോഗ്യത നേടും. ഇതിൽ നിന്നും വിജയിക്കുന്നവരാകും ലോകകപ്പ് യോഗ്യത നേടുക. ബഹ്റൈൻ, തായ്ലൻഡ്, കുവൈത്ത്, മലേഷ്യ ടീമുകളാണ് ഗ്രൂപ്പ് ബിയിൽ. അജ്വ ഒമാൻ നാഷണൽ കമ്മിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന നൂറുൽ അബ്റാർ ഹിഫ്ളുൽ ഖുർആൻ മദ്രസയുടെ 6ാം വാർഷികവും 2ാം സന്നദ്ധദാന സമ്മേളനവും ഇന്ന് റുസൈലിൽ വെജിറ്റബിൾ മാർക്കറ്റിന് സമീപമുള്ള അൽ മഖാരിം ഹാളിൽ വെച്ച് നടക്കും. ഹാഫിസ് അൻസുൽ കവലയൂർ അധ്യക്ഷത വഹിക്കുന്ന പൊതുസമ്മേളനത്തിൽ നൌഷാദ് ബാഖവി മുഖ്യപ്രഭാഷണം നടത്തും. അസീം മന്നാനി ഉദ്ഘാടനം നിർവഹിക്കും. റുഷീദ് അമീർ സ്വാഗതം ആശംസിക്കും. വിവിധ മതസംഘടനകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് നേതാക്കൾ പങ്കെടുക്കും. ഖുർആൻ മനഃപ്പാഠമാക്കിയ 7 കുട്ടികൾക്കുള്ള സനദ്ദാനമാണ് ഇന്ന് നൽകുന്നത്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.